രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി നരേന്ദ്രമോദിയുടെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ കുറേയേറെ നാളുകളായി വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചു കളിച്ച് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് പോകുമ്പോഴും ഒരക്ഷരം മിണ്ടാതെ അദ്ദേഹം അധികാരത്തിൽ തുടർന്ന് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. ദേശവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ പോഷക സംഘടനകളായിട്ടുള്ള NSCM യൂത്ത് കോൺഗ്രസും വലിയ പ്രക്ഷോഭങ്ങൾ ഈ നീറ്റ് പ്രശ്നങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നടത്തി വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് AICCയുടെ ആഹ്വാനപ്രകാരം ചാത്രോൻ കി ഗൂഞ്ച് എന്ന തരത്തിൽ ദേശവ്യാപകമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു വരികയാണ് രാജ്യത്ത്. അപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ ചുമതലക്കാരനായി എത്തിയിരിക്കുന്നത് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കണ്ണൻ ഗോപിനാഥൻ IAS ആണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബിനു ചുള്ളിയിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി ശ്രാവൺ റാവു, NSCയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള അൻലേഖ ബൂസ, ഇവരെയും പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ കണ്ണൻ ഗോപിനാഥ് IASനെ ക്ഷണിക്കുന്നു. നമ്മളിന്ന് ഇവിടെ സംസാരിക്കാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു വളരെ സീരിയസ് ആയിട്ട് ഇന്ന് ഇന്ത്യയിലെ യുവാക്കളെ ബാധിക്കുന്ന, യുവജനതയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഈ വർഷം നമുക്കെല്ലാവർക്കും അറിയാം 2026 നീറ്റിൻ്റെ പരീക്ഷ ലീക്കായി. അത് കഴിഞ്ഞിട്ട് ഏകദേശം 20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഒരു പരീക്ഷ വീണ്ടും എഴുതണം എന്നുള്ള ഒരു പ്രഷർ കൊണ്ട് 20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റും ഉണ്ടായി. ഇത് നമുക്ക് തോന്നും ഇത് 26 മാത്രം ഉണ്ടായ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ 26 ഒരു ആകസ്മികമായിട്ടുള്ള ഒരു ആക്സിഡൻ്റൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത്. എന്നാൽ ഇതങ്ങനെ അല്ല. 2015 തൊട്ട് ഈ വർഷം വരെ ഏകദേശം 94ഓളം പരീക്ഷകളാണ് ലീക്കായിട്ടുള്ളത്. അതിൽ 2021 തൊട്ട് നോക്കുകയാണെങ്കിൽ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വന്നതിന് ശേഷം മാറിയിട്ടുള്ള ലീക്കായിട്ടുള്ള പരീക്ഷകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2021 നീറ്റ് ആ വർഷം തന്നെ ലീക്കായിരുന്നു. 2021 UGC നെറ്റ് ആ വർഷം ലീക്കായിരുന്നു. 2021 CTET ആ വർഷം ലീക്കായിരുന്നു. 2024 നീറ്റ് ലീക്കായിരുന്നു. 2025 നീറ്റ് ലീക്കായിരുന്നു. 2026 നീറ്റ് ലീക്കായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും ഒരു പരീക്ഷ, അതായത് ഒരു എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ്, പലരും നമ്മളുടെ വീട്ടിൽ കുട്ടികൾ പഠിക്കുന്നതാണ്. ഈ പരീക്ഷ എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം സെറ്റാകും, അല്ലെങ്കിൽ ഭാവി സെറ്റാകും എന്നുള്ളൊരു പ്രതീക്ഷകളിലൂടെ മാതാപിതാക്കൾ അവരെ ഇല്ലാത്ത കാശുണ്ടാക്കി ആ കുട്ടികളെ പഠിപ്പിക്കാൻ വിട്ട് 10-12 മണിക്കൂർ ഓരോ ദിവസം പഠിച്ചെഴുതുന്ന പരീക്ഷകളാണ്. ഈ പരീക്ഷകൾ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് 2021 ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കേന്ദ്ര ചുമതല ഏറ്റെടുക്കുന്നത്. അത് കഴിഞ്ഞ് നടന്ന എല്ലാ വർഷവും ഈ ലീക്ക് ഉണ്ടാവുകയും, എന്നാൽ ഈ ലീക്കിൽ ഉണ്ടായിട്ടുള്ള ഈ 90-ലധികം ലീക്കുകൾ നടന്ന പരീക്ഷകൾ ഒരാളെ പോലും ഇതുവരെ കൺവിക്റ്റ് ചെയ്യുകയോ ഒരാളെ ശിക്ഷിക്കപ്പെടുകയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഒരു ആക്സിഡൻ്റൽ ഇഷ്യൂ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ കുട്ടികൾ നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഒരു പ്രതീക്ഷ. അത് 2 കാര്യങ്ങളാണ് ഈ പരീക്ഷ എഴുതാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ, ഒരു നല്ല ഭാവിയുടെ പ്രതീക്ഷ. 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസം. അതായത് ഈ കാര്യങ്ങൾ ഫെയർ ആയിരിക്കും, നമ്മൾ പഠിച്ചാൽ ഒരു പരീക്ഷ ഫെയർ ആയിരിക്കും, ജസ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം. ഈ പ്രതീക്ഷയും വിശ്വാസവും രണ്ടും തന്നെ തകർക്കപ്പെടുന്ന ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വർഷങ്ങൾ കഴിയുന്തോറും, ഓരോ വർഷം കഴിയുന്തോറും നീറ്റ് ലീക്കാവുന്നു, കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊന്നും യാതൊരു കൂസലുമില്ലാതെ ബിസിനസ് ആസ് യൂഷ്വൽ, ഇതൊക്കെ വളരെ നോർമലാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്കുള്ളത്, ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം പറയുന്നത് എൻ്റെ ചുമതലയാണ് ഇതെന്ന് ചെയ്യുന്നു. ഈ ഇടയ്ക്ക് അഡ്മിറ്റ് ചെയ്യുക വരെ ചെയ്തു. അതായത് യെസ്, ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, പക്ഷേ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിക്കോട്ടെ, പക്ഷേ ഞാൻ ഏതായാലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള ഒരു പ്രസ്താവന എടുത്തുണ്ടായി. 20 കുട്ടികളുടെ ചോര പരണ്ട കൈകൊണ്ട് അടുത്ത പരീക്ഷ വീണ്ടും ആ ഫയലിൽ ഒപ്പിടാൻ നമുക്കൊരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ആവശ്യമുണ്ടോ? അതായത് ഇത്രയും വർഷങ്ങളായിട്ട് ഒരു പ്രാവശ്യം തന്നെ പരീക്ഷ ലീക്കായാൽ തന്നെ ആ മന്ത്രി ആ സമയത്ത് രാജിവെക്കേണ്ടതാണ്. ഇത് വർഷങ്ങളോളമായി എല്ലാ വർഷവും എല്ലാ പരീക്ഷയും ലീക്കായിട്ട് കൂടെ വീണ്ടും ആ ഒരു മന്ത്രിയെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന എന്ത് വീക്ക്നെസ് ആണ് ശ്രീ നരേന്ദ്രമോദിക്കുള്ളത്? അത് പ്രധാനം, അതോ കുട്ടികളുടെ ഭാവിയാണോ പ്രധാനം എന്നുള്ളൊരു തീരുമാനം എന്തായാലും നരേന്ദ്രമോദിക്ക് എടുക്കേണ്ടതുണ്ട്.
ഇവർ കുട്ടികളുടെ ഭാവി വെച്ച് അമ്മാനമാടുന്ന ഒരു 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 തീരുമാനമാണത്. യാതൊരു കൂസലുമില്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ചെയ്യും. പരീക്ഷ ലീക്ക് ആവുകയാണെങ്കിൽ ആവും. പല സ്ഥലങ്ങളിലും ലീക്ക് ആവുന്ന എവിടെ നിന്നൊക്കെയാണ്? ഇതൊരു BJP അലയായിട്ടുള്ള ഒരു MLA വഴിയാണ്. ബേദിറാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് വേറൊരാൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ജയിലിൽ പോവും, പിന്നെ എനിക്ക് ബെയിൽ കിട്ടും, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ജയിൽ ബെയിൽ ഓർ ഖേൽ എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും ഇത് തന്നെ തുടങ്ങുമെന്നുള്ളത്. ഈ അടുത്ത് സിക്കറിൽ ലീക്കായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന ചില സ്ഥലങ്ങളിൽ ചില പരീക്ഷ, അതായത് 50 ലക്ഷമോ അല്ലെങ്കിൽ ചിലപ്പോൾ 10 ലക്ഷമോ ഈ കാശ് കൊടുത്തിട്ടാണ് പേപ്പർ ലീക്ക് ചെയ്ത് അവർ പേപ്പർ നോക്കുന്നത്. അത് ഒരു ഭാഗത്ത് കുറച്ച് കുട്ടികൾക്ക് കിട്ടുന്നു, അതേസമയം തന്നെ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് മറ്റു പലർക്കും കിട്ടാതെ പോകുന്നു. ഈ വർഷം ആദ്യത്തെ പരീക്ഷയിൽ നന്നായിട്ട് എഴുതിയ കുട്ടികൾക്ക് രണ്ടാമത്തെ പരീക്ഷ പലർക്കും അതും അത്ര നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ആരുടെ കുഴപ്പമാണ്? ഒരു പരീക്ഷ നമ്മൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഇത് 2015 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നതാണ്. അത് AIPMTയുടെ ആയിക്കോട്ടെ, ഇത് എൻട്രൻസ് എക്സാമിന്റെ കാര്യം മാത്രമല്ല, റിക്രൂട്ട്മെന്റ് എക്സാമുകൾ, അത് CTET ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, UGCയുടെ നെറ്റ് പരീക്ഷകളാവട്ടെ, ഈ പരീക്ഷകളെല്ലാം തന്നെ കൂടെ റിക്രൂട്ട്മെന്റിന്റെ തൊഴിൽ പരീക്ഷകൾ, ONGCയുടെ പരീക്ഷ, ഇന്ത്യൻ ആർമിയുടെ SSCയുടെ പരീക്ഷ, എല്ലാ പരീക്ഷകളിലും കണ്ടിന്യൂസ് ആയിട്ട് ലീക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് 2015 തൊട്ട് ഇപ്പം വരെ. അതിൽ യാതൊരു അന്വേഷണമോ അല്ലെങ്കിൽ ഒരു കൺവിക്ഷനോ ഇല്ലാതാകുക എന്ന് പറയുന്നത് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. കുട്ടികളുടെ ഭാവി നശിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അത് അനുവദിക്കാൻ കോൺഗ്രസ് പാർട്ടിയും അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനതയും യുവത്വവും അതൊരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഈ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി കോട്ടയിൽ ഒരു വലിയ സ്റ്റുഡൻസുമായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തിയിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണും. ആ കോൺവെർസേഷനിൽ പല കോച്ചിങ്ങിലുള്ള കുട്ടികൾ വന്നു. ഒരു ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ ഒരു കത്ത് വായിച്ചു തന്നു. അതിനകത്ത് ആ കുട്ടി എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരിക്കൽ കൂടെ വയ്യ, പക്ഷേ എനിക്ക് ഇനി ഒരു പരീക്ഷയും കൂടെ എഴുതാൻ വയ്യ എന്നാണ്. ആ നീറ്റിന് എനിക്ക് ഒരു പരീക്ഷയും കൂടെ എഴുതാൻ വയ്യ എന്ന് പറഞ്ഞിട്ടുള്ള അത് എഴുതിയിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. അതായത് അച്ഛനോടും അമ്മയോടും പറയുന്നത്. ആ കുട്ടിയുടെ പരാജയമാണോ അത്? ഇങ്ങനെ ഒരു കത്ത് എഴുതുക എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പരാജയമാണോ, അതോ നമ്മളുടെ സർക്കാരിന്റെ പരാജയമാണോ, എഡ്യൂക്കേഷൻ മന്ത്രിയുടെ പരാജയമാണോ? ആരാണ് ഇട്ടിട്ട് പോകേണ്ടത്? ആ സമ്പാദ്യത്തിൽ നിന്നുണ്ടായ മറ്റു പല കണക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ചെലവഴിക്കുന്നത് ഏകദേശം ഒരു 1.5 ലക്ഷം കോടി രൂപയാണ്. അതായത് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ ബജറ്റ്, എഡ്യൂക്കേഷന്റെ ബജറ്റിനേക്കാളും കൂടുതലാണ് ഒരു നീറ്റിന്റെ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ മാത്രം ചെലവഴിക്കപ്പെടുന്ന ഒരു ബജറ്റ്. അതായത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ പലരെയും ആദ്യം തന്നെ ഈ ഒരു സ്വപ്നം കാണാൻ തന്നെ നിങ്ങൾക്കൊന്നും അവകാശമില്ല എന്നുള്ള രീതിയിലോട്ടുള്ള ഒരു പോക്കാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഒരു സെൻട്രലൈസേഷൻ ടെൻഡൻസി. അത് എല്ലാ പരീക്ഷകളും എല്ലാ എൻട്രൻസുകളും എല്ലാം തന്നെ ഒരു സെൻട്രലൈസ്ഡ് ടെൻഡൻസി ആയിരിക്കണം, ഒരു ഹോമോജനൈസ്ഡ് പരീക്ഷകളായിരിക്കണം. അതല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിപ്പോൾ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെങ്ങനെ ഈ സെൻട്രലൈസ് ആയിട്ടുള്ള ഒരു പരീക്ഷ എഴുതി പാസ്സാവും? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അവരെ ആദ്യം തന്നെ ഇതിൽ നിന്ന് വെളിയിലാക്കുകയാണ്. അവർക്കൊരു അവസരം കിട്ടുന്നുണ്ടല്ല. എന്തിന്റെ പ്രശ്നം എന്താണ്? കാര്യം ഇത് സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ഒരു CBSE പ്ലസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലാണ് എല്ലാം പോകുന്നത്. അപ്പം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, അത് റിക്രൂട്ട്മെന്റിന്റെ ആയിക്കോട്ടെ, എൻട്രൻസ് എക്സാമിനേഷന്റെ ആയിക്കോട്ടെ, പല IITസിലും പ്ലേസ്മെന്റ് പോലും ഉണ്ടാവുന്നില്ല, പ്ലേസ്മെന്റിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കുട്ടികളെ ഈ സ്വപ്നം കാണാനുള്ള അവകാശങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഇതായിക്കോട്ടെ, ഈ നയങ്ങൾക്കെല്ലാം എതിരെ കോൺഗ്രസ് പാർട്ടി ഒരു നീണ്ട സമരം പ്രഖ്യാപിക്കുന്നതിനായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇതിനോടനുബന്ധപ്പെട്ട് 28ഓളം സിറ്റികളിൽ ഈ സമര നടപടികളുണ്ടാവും. കേരളത്തിൽ 30-ാം തീയതി ഒരു ലോക് ഭവൻ മാർച്ചും അതിനോടനുബന്ധപ്പെട്ട് തന്നെ ഒരു സമര പ്രഖ്യാപനം കേരളത്തിൽ നിന്നും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഏകദേശം 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള കുട്ടികളോട് എൻഗേജ് ചെയ്യാനും അവരോട് സംസാരിക്കാനും, എന്താണ് അവരോടുള്ള പ്രശ്നങ്ങൾ, എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ള രീതിയിൽ എൻഗേജ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാംസ് കണ്ടിന്യൂസ് ആയിട്ട് കേരളത്തിലുണ്ടാകും. അതുപോലെ തന്നെ ഓഗസ്റ്റ് 9-ന് ശ്രീ രാഹുൽ ഗാന്ധി ദില്ലി ചലോ എന്നൊരു ക്യാമ്പയിൻ പറഞ്ഞിട്ടുണ്ട്. ദില്ലി ചലോ എന്നുള്ളൊരു ക്യാമ്പയിനിൽ കേരളത്തിൽ നിന്നും എല്ലാവരും അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതിനുള്ളൊരു റിക്വസ്റ്റും കൂടാണ്, ഇൻവിറ്റേഷനും കൂടാണ്. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഈ സമരം തീരില്ല എന്ന് കോൺഗ്രസ് പാർട്ടി വ്യക്തമായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ബിസിനസ് ആസ് യൂഷ്വൽ, പരീക്ഷകൾ ലീക്കാക്കി കുട്ടികളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച് ബിസിനസ് ആസ് യൂഷ്വൽ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ സർക്കാർ അനുവദിക്കില്ല.
കോൺഗ്രസ് പാർട്ടി കണ്ടിന്യൂസ് ആയിട്ട് അതിനെതിരെ സമരം ചെയ്യും, കുട്ടികളോടൊപ്പം നിൽക്കും, കുട്ടികൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും, കുട്ടികളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ എന്നും ഉണ്ടാകും എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇനി ഐ തിങ്ക് വി ക്യാൻ ഗോ ഫോർ ക്വസ്റ്റൻ ആൻസേഴ്സ്. സമര പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് രീതിയിലുള്ളതുണ്ടാവും. ഒന്ന് തീർച്ചയായിട്ടും അജിറ്റേറ്റീവ് ആയിട്ടുള്ളതുണ്ടാവും, രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കണക്ട് പ്രോഗ്രാമുകളും ഉണ്ടാകും. ഇതിൽ ആദ്യം തന്നെ 30-ാം തീയതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന പറഞ്ഞാൽ ലോക്ഭവൻ ഇതാണ്, എല്ലാവരും പങ്കെടുക്കുന്ന, കോൺഗ്രസ് പാർട്ടിയുടെയും എല്ലാ നേതാക്കന്മാരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു അത് കോൺഗ്രസ് ഫോർ സ്റ്റുഡൻസ് എന്നുള്ള ഒരു രീതിയിലോട്ട് അന്ന് തന്നെ ഒരു സമരപ്രഖ്യാപനം ഉണ്ടാവും. ബാക്കി സമര പരിപാടികൾ എന്തൊക്കെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ഒരു തീരുമാനവും അന്ന് തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു മാസത്തോളം, അതായത് ജൂലൈ മാസം മുഴുവൻ ക്യാമ്പസുകളിലും കുട്ടികളുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ഉണ്ടാകും. മറ്റു പല കാര്യം ഇതിനകത്ത് രോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ളിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ആ രോഷം നമ്മൾ എങ്ങനെ അവരുമായിട്ട് കണക്ട് ചെയ്ത് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോൺവെർസേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല, ഇതിനെ നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ സ്റ്റുഡൻസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ പല സംഘടനകൾക്കും പല രീതിയിൽ അതിനെ നേരിടാം, അതിനവിടെ എൻഗേജ് ചെയ്യാൻ പറ്റും, ഇല്ലേ? ഇപ്പോൾ കോൺഗ്രസ് കുട്ടികളുമായിട്ട് എൻഗേജ് ചെയ്യുന്നത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനോടനുബന്ധപ്പെട്ട് തന്നെ എങ്ങനെ ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഇതൊരു സൊല്യൂഷനിലോട്ട് എത്തിക്കാം, അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ട് ഇതിനെങ്ങനെ ഫൈറ്റ് ചെയ്യാം, എന്താണ് ഇതിന്റെ ഡിമാൻഡ് നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നത്, ഈ കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട് ചെയ്യുന്നതിന്റെ. ആ രീതിയുടെ ഭാഗമായിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനം. ഇല്ല, ഇത് കോൺഗ്രസ് KSU അങ്ങനെ വേറെ അല്ലല്ലോ, ഇതെല്ലാം നമ്മളെല്ലാം ഒന്നല്ലേ. ഇത് കുട്ടികളുടെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു സമരമാണ്. നിയമപരമായിട്ടുള്ള പോരാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ 3 ഡിമാൻഡുകളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. 2 ഈ പേപ്പർ ലീക്ക് നിർത്തുക. അതായത് ഈ പേപ്പർ ലീക്കിന്റെ അനുബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞിട്ടുള്ള NTA. ഈ NTA എന്ന് പറയുന്നത് ഇപ്പോൾ 2017 ആണ് അത് വരുന്നത്. അത് ഒരു രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റീസ് ആക്ടിനകത്ത് ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ, സെൽഫ് ഫിനാൻസിങ് സൊസൈറ്റി എന്നുള്ള രീതിയിലാണ് ഒരു NTA വന്നിരിക്കുന്നത്. ആ NTA ആണ് ഇന്ന് നടക്കുന്ന എൻട്രൻസ് എക്സാമുകളെല്ലാം തന്നെ ചെയ്യുന്നത്. ഓക്കെ, അതേസമയം ഒരു നിയമപരമായിട്ടുള്ള ഒരു ബോഡി അല്ല. ഇപ്പോൾ ഒരു സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി, അല്ലെങ്കിൽ നേരത്തെ അത് CBSE ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ വന്ന ഒരു UPയുടെ സമയത്ത് വന്ന റെക്കമെൻഡേഷൻ ആണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ പരീക്ഷ ചെയ്യേണ്ടതെന്നുള്ളത്, ഈ പരീക്ഷകൾ ചെയ്യേണ്ടത്. അതിനു പകരം ഒരു ചെറിയൊരു സെൽഫ് ഫിനാൻസിങ് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ആ സൊസൈറ്റി ഔട്ട്സോഴ്സ് ചെയ്യാണ് പരീക്ഷകളെല്ലാം. അങ്ങനെയാണ് ഇന്നത്തെ എൻട്രൻസ് എക്സാമുകളെല്ലാം നടക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും മാറേണ്ട കാര്യമുണ്ട്. അതിന് നിയമപരമായിട്ട് തന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സർക്കാരിൽ വന്നാൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രഷർ ചെയ്ത് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് NTA എന്ന് പറയുന്ന കറന്റ് സ്റ്റേറ്റസിലുള്ള NTA ഡിസ്ബാൻഡ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു ഇതാണ്. അതുപോലെ തന്നെയാണ് ഈ റിക്രൂട്ട്മെന്റ് പരീക്ഷകളും എക്സാമിനേഷൻ പരീക്ഷകളും യാതൊരു രീതിയിലുള്ള ഷെഡ്യൂളും ഇല്ലാതെ മാറി നിൽക്കുന്നത്. അത് ഒരു ഷെഡ്യൂൾ, ഡെഫിനിറ്റ് കലണ്ടർ എന്തായാലും എല്ലാ വർഷവും മുന്നോട്ട് വരണമെന്നും കുട്ടികൾക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റണമെന്നുള്ളൊരു ഒരു ഡിമാൻഡ് നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഇപ്പൊ കോട്ടയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം അവിടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രോഗ്രാമിൽ തന്നെ അതിനെ അനുബന്ധപ്പെട്ട് സംസാരിക്കുക, അവരോട് റീച്ച് ഔട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതൊരു മെന്റൽ ട്രോമ ഇഷ്യൂ കൂടാണ്. നമ്മളൊരു പരീക്ഷ ലീക്ക് ആവുന്നു നമ്മൾ പറയുമ്പോൾ എന്തോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂ ആണ്, ആരോ ലീക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിന്റെ പുറകിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വളരെ ശക്തമായിട്ടുള്ള ഒരു കാശിന്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനോടനുബന്ധപ്പെട്ട് ഇതിൽ മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് ഒരു മെന്റൽ ട്രോമ ഇഷ്യൂയും കൂടാണ്, മെന്റൽ ഹെൽത്ത് ക്രൈസിസ് ആണ്. ആ കുട്ടികൾ ഇന്ന് പരീക്ഷ എഴുതി പരീക്ഷ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഇനി ഈ പരീക്ഷ ലീക്കായി ഇനി ഒരു പ്രാവശ്യം കൂടെ എഴുതണം എന്ന് പറയുമ്പോൾ വരുന്ന ഒരു ആ ഒരു മെന്റൽ ഹെൽത്ത് ക്രൈസിസും കൂടാണ്. ഇത് എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ NSU എന്നൊക്കെ ഉള്ള ഭാഗത്തു നിന്ന് എങ്ങനെ അത് സപ്പോർട്ട് ചെയ്യാം, അവരെ എങ്ങനെ നമുക്ക് മുന്നോട്ട് ഈ മെന്റൽ ഹെൽത്ത് ക്രൈസിസ് മുന്നോട്ട് കൊണ്ടുവരാൻ എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എൻഗേജ്മെന്റും തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നു. ഇല്ല, ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം ഇവരൊരു നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പരീക്ഷ എടുത്ത് മാറ്റി. ഓക്കെ, അതായത് വളരെ ചുരുക്കമാണ് നമ്മൾ പേപ്പർ ലീക്ക് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. 2015 തൊട്ടുള്ള ഒരു പ്രതിഭാസമായിട്ടാണ് ഈ പേപ്പർ ലീക്കുകൾ മാറുന്നത്. 2017 തൊട്ട് പ്രത്യേകിച്ചും അത് കേന്ദ്രത്തിന്റെ പരീക്ഷകൾ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത്. NTA എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരുന്നത് തന്നെ. ആ NTA എന്ന് ഞാൻ പറഞ്ഞില്ല, അതിന് നിയമപരമായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി പോലും അല്ല ഈ പരീക്ഷ ചെയ്യുന്നത്. അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഇല്ല. അതിനോടനുബന്ധപ്പെട്ട ഒരു ടീം, ഈ പരീക്ഷ നടത്താൻ പറ്റുന്ന ഒരു ടീമില്ല. നേരത്തെ CBSE എന്ന് പറയുന്ന വലിയൊരു ബോർഡ് നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷയാണ് NTA എന്ന് പറയുന്ന ഒരു സെൽഫ് ഫിനാൻസിങ് രജിസ്ട്രേഷൻ സൊസൈറ്റിയിൽ അത് മാറുന്നത്. ഇപ്പോൾ നീറ്റ് ലീക്ക് എന്ന് പറയുന്ന ഈ 2026 വന്നപ്പോൾ 24 വന്നു, 24 വന്നിട്ട് മാറ്റേണ്ട വന്നു, 24 UGC നെറ്റ് പോസ്റ്റ്പോൺ ചെയ്യേണ്ട വന്നു,
അതുപോലെ തന്നെ നീറ്റ് PGക്ക് പ്രശ്നം വന്നു. 25 നീറ്റ് ലീക്കായി, പക്ഷെ അത് 25 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. 26 25 ലീക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വെളി വരുന്നത്. 26 ലീക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടൊരു രോഷം ഉണ്ടായി. ആ രോഷത്തിന് അവർ മനസ്സിലാക്കിയ ഒരു ഇതാണ്, ഇപ്പൊ ആർമിയെ ഇൻവോൾവ് ചെയ്യുക അല്ലെങ്കിൽ എയർഫോഴ്സ് കൊണ്ടുവരിക, അങ്ങനെ കുറെ വിഷ്വൽ, ഈ പെർഫോമേറ്റീവ് ഗവർണൻസ് എന്ന് പറയും ഇതിന്. അതായത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു എന്ന് വരുത്തി തീർക്കുക. അടിസ്ഥാനപരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഒന്നും വരുത്താതെ പെർഫോമേറ്റീവ് ആയിട്ട്, അതായത് അവിടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് മാല വെക്കുക അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ഇത് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടുക എന്ന് പറയുന്ന ഒരു ഇതാണ്. അതിൽ കൂടുതൽ അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും വീണ്ടും ഇതിന് സോൾവർ ഗ്യാങ്ങോ അല്ലെങ്കിൽ ആൾ മാറി പരീക്ഷ എഴുതിയെന്നുള്ള ഒരു കാര്യം വരുന്നില്ലേ? ഇതിന് ഇൻസെന്റീവ് ആണ്. ഈ പരീക്ഷ ലീക്ക് ചെയ്യാൻ ആരൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? പരീക്ഷ സെറ്റ് ചെയ്യുന്ന ആൾ തൊട്ട് പ്രിന്റിംഗ് പ്രസ്, എത്ര പ്രിന്റിംഗ് പ്രസ്സുകളിൽ നിന്നാണ് ഇത് ലീക്ക് ആവുന്നത്? ഗുജറാത്തിലൊരു കേസുണ്ട്, സൂര്യ പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രസ് ഉണ്ട്. അവരുടെ ആകെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താണ് ഗുജറാത്തിൽ നിന്ന്. അവരുടെ ആകെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ നരേന്ദ്രമോദിയുടെ പുസ്തകം 1978 അവർ പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. അതല്ലാതെ പ്രത്യേകിച്ച് ഇതില്ല. അവർക്ക് തന്നെയാണ് വീണ്ടും പരീക്ഷയുടെ പ്രിന്റ് ചെയ്യാനുള്ള ഇത് പോകുന്നത്. അവിടുന്ന് തന്നെയാണ് വീണ്ടും ലീക്ക് ആവുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് പല പ്രിന്റിംഗ് പ്രസ്സുകളിൽ നിന്നും ലീക്ക് ആവുന്നു. പരീക്ഷ സെറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ലീക്ക് ആവുന്നു, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ലീക്ക് ആവുന്നു, ഇത് പ്രിന്റ് ചെയ്യുന്നവരിൽ നിന്ന് ലീക്ക് ആവുന്നു, ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്ന് ലീക്ക് ആവുന്നു, ഇത് വെയർ ഹൗസിലോട്ട് വെക്കുന്നു, അവിടുന്ന് ലീക്ക് ആവുന്നു. ഇനി കമ്പ്യൂട്ടേഴ്സ് അതാണെങ്കിൽ അതിന്റെ ഇഷ്യൂസ് വേറെ വരുന്നു. ഈ കാര്യങ്ങളൊന്നും മാറ്റാതെ ഒരു പെർഫോമേറ്റീവ് ആയിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു, എയർഫോഴ്സ് വന്നു അല്ലെങ്കിൽ ആർമി വന്നു, ഇനി എല്ലാം ശരിയായിക്കോളൂ എന്ന് പറയാം. അതായത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിവിലിയൻ ഗവർണൻസിന്റെ പരാജയമാണ് ഒരു സിവിൽ ഗവർണൻസിന് പകരം ആർമിയെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. അതായത് ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഒരു പരീക്ഷ നടത്താൻ പറ്റില്ല എന്ന പരാജയം അല്ലെങ്കിൽ സമ്മതമാണ് ഇനി ആർമി വരണം അല്ലെങ്കിൽ എയർഫോഴ്സ് വരണം ഇവിടെ പരീക്ഷ നടത്താൻ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ആ പരാജയ സമ്മതമാണത്, അല്ലാതെ അത് യാതൊരു വിധത്തിലുള്ള ഇമ്പ്രൂവ്മെന്റോ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതുമല്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു മെയിൻ ഡിമാൻഡാണ്. കാര്യം 2021 തൊട്ട് ഞാൻ വീണ്ടും പറഞ്ഞ പോലെ 2021 തൊട്ട് NTA-യും CBSE-യും ഈ പ്രാവശ്യം CBSE-യുടെ പരീക്ഷയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അതായത് സ്കാൻ ചെയ്തിട്ട് കുട്ടികളുടെ മാർക്ക് വന്നത് അറിയാവോന്ന് എനിക്കറിയില്ല. ഇപ്രാവശ്യം അവർ കൊണ്ടുവന്നൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്യുക, ആൻസർ പേപ്പറുകൾ സ്കാൻ ചെയ്യുക, എന്നിട്ട് വേണം ടീച്ചർമാർ അത് നോക്കാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് കുട്ടികൾ നന്നായിട്ട് പഠിച്ച കുട്ടികൾ മാർക്ക് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് മാർക്ക് വരുന്നില്ല, അവർ ഉദ്ദേശിച്ച പോലെ മാർക്ക് വരുന്നില്ല. അപ്പോൾ ഒരു റീവാലുവേഷൻ അവരുടെ പേപ്പർ തിരിച്ചു വെച്ചു. പലർക്കും കിട്ടിയിരിക്കുന്നത് വേറെ ആരുടെയോ പേപ്പറുകളാണ് ഇവർ സ്കാൻ ചെയ്തിരിക്കുന്നത്. അതായത് ആരുടെയോ പേപ്പറുകൾ ആരെയോ സ്കാൻ ചെയ്യുന്നു, ആരോ അത് ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് ഈ മാർക്കാണ് കുട്ടികൾക്കായിട്ട് വരുന്നതെന്ന് പറയുന്നത്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക ഏത് ലെവലിലുള്ള ഫെയിലിയർ ആണെന്നുള്ളത്. പല പേപ്പറുകളും സ്കാൻ ചെയ്യപ്പെട്ടിട്ടില്ല. സ്കാൻ ചെയ്യുന്നത് സിസ്റ്റം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ സ്കാൻ ചെയ്യണം എന്ന് പറയുന്നത് അതൊരു മൊബൈൽ വെച്ചിട്ടാണ് പേപ്പറുകൾ സ്കാൻ ചെയ്തിട്ട് അത് പല രീതിയിൽ ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ ഉള്ള കണ്ടിന്യൂസ് ആയിട്ട്, അതായത് 2021 തൊട്ട് അത് നീറ്റിന്റെയും CBSE-യുടെയും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പരാജയം അത് വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് നോക്കി നടത്തുന്ന ഒരു മന്ത്രിയാണ് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പൊ ഈ ധർമ്മേന്ദ്ര പ്രധാൻ പോവുക എന്നുള്ളത് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. പല മാറ്റങ്ങൾ ഇതിനകത്ത് വരാനുണ്ട്, പക്ഷെ ഇദ്ദേഹം ഇരിക്കുന്നിടത്തോളം കാലം ഒരു മാറ്റവും വരാൻ പറ്റില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. 2021 തൊട്ട് 2026 വരെയുള്ള പരീക്ഷകളുടെ ലീക്കുകൾ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇദ്ദേഹം ഇരിക്കുന്നിടത്തോളം അത് പറ്റില്ല. അത് എന്തായാലും ഇദ്ദേഹം പോയേ പറ്റൂ. ഇദ്ദേഹം പോവുക എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഈ മാറ്റങ്ങൾ, ഇപ്പൊ NTA-യിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, എക്സാമിനേഷൻ സിസ്റ്റത്തിന്റെ വരുത്തേണ്ട മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളും കൊണ്ടുവരണം ഈ സർക്കാർ. അതില്ലാതെ, അതായത് ഈ കുട്ടികൾ ഒരിക്കൽ കൂടെ അടുത്ത വർഷം എഴുതുന്ന കുട്ടികൾ ഒരിക്കൽ കൂടെ ഈ ഒരു ലീക്കോ അല്ലെങ്കിൽ ഈ ഒരു മെന്റൽ ട്രോമയിലോ ഒരു ഹെൽത്ത് റിസ്കിലൂടെ പോകാൻ പാടില്ല. അതിനുള്ള മാറ്റങ്ങൾ ഇപ്രാവശ്യം എടുത്തേ പറ്റൂ. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ശ്രീ ധർമ്മേന്ദ്ര പ്രധാന്റെ റെസിഗ്നേഷനാണ്, രാജിയാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. ദില്ലി ചലോ മാർച്ച് എന്നുള്ളത് ശ്രീ രാഹുൽ ഗാന്ധി ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇത് സ്വന്തമായിട്ട് ഇത് ഇന്ററാക്ഷൻ സെഷൻസ് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് August 9 എല്ലായിടത്തു നിന്നും, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സ്റ്റുഡൻസ്, യൂത്ത് പാർട്ടിസിപ്പേഷൻ ചെയ്തുകൊണ്ട് ഒരു അൾട്ടിമേറ്റം എന്നുള്ള രീതിയിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ അന്ന് വരെ രാജിവെച്ചില്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റം എന്നുള്ള രീതിയിലായിരിക്കും എന്നായിരിക്കും ദില്ലിയിൽ ഉണ്ടാവുക.